നമസ്കാരം. മെഷീൻ്റെ ഹെഡിനെ പറ്റിയുള്ളൊരു കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. പ്രത്യേകിച്ച് ഹെഡ് ബ്ലോക്കേജ് ആയിട്ട് കസ്റ്റമേഴ്സ് വിളിക്കുമ്പോൾ കസ്റ്റമേഴ്സും മനസ്സിലാക്കേണ്ട ഒരു കാര്യവും സ്റ്റാഫുകൾ ക്ലിയർ ആയിട്ട് പറയേണ്ട ഒരു കാര്യമാണ് ഇപ്പം ഞാൻ പറയാൻ പോകുന്നത്. ഹെഡ് ബ്ലോക്കേജ് വരാനുള്ള റീസണുകൾ ഒന്ന്, മഷിയുടെ പ്രശ്നം കൊണ്ട് വരാം. നമുക്ക് മഷി ചേഞ്ച് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ പ്രശ്നമാണെങ്കിൽ അത് പെട്ടെന്ന് മാറാം. ഇല്ലെങ്കിൽ അതിലുള്ള എയർ സർക്കുലേഷൻ്റെ കാര്യങ്ങളോ നോർമലി മാറ്റാവുന്ന അങ്ങനത്തെ കാര്യം കൊണ്ട് മാറും. ഇതല്ലാതെ ഹെഡിന് ഒരു ടൈം പീരീഡായ ഹെഡാണെങ്കിൽ അത് നമ്മൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ താൽക്കാലികമായിട്ട് ഓടുള്ളൂ. കാരണം ടൈം പീരീഡായി അതിൻ്റെതായിട്ടുള്ളത് കാണിക്കുന്ന പ്രശ്നമായിരിക്കും അങ്ങനെ വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിൽ നമുക്ക് ചെയ്തു നോക്കാവുന്ന രണ്ട് കാര്യമുള്ളൂ. ഈ പറഞ്ഞ ഇങ്കിൻ്റെ കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ടും അത് നിലനിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം, ഹെഡിൽ സോൾവെന്റ് സിറിഞ്ചിൽ വെച്ചിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാം. അതൊരു താൽക്കാലികമായിട്ടുള്ളൊരു സൊല്യൂഷൻ ഉണ്ടാവുള്ളൂ. ഒരിക്കലും അത് ഫ്യൂച്ചറിലേക്ക് അതൊരുപാട് നാൾ ഓടുന്നില്ല. ചിലപ്പോൾ ചെയ്ത് 2 ദിവസത്തിലോ 3 ദിവസത്തിനുള്ളിൽ വീണ്ടും അങ്ങനെയാവാം. നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ 1 മാസം നിൽക്കാം. അതൊരു ഓപ്ഷൻ. അപ്പോൾ അത് ചെയ്യുമ്പോഴും വരുന്നേക്ക് മുമ്പ് സ്റ്റാഫ് സർവീസിന് വിളിച്ച് വരുന്നേക്ക് മുമ്പ് സ്റ്റാഫും കസ്റ്റമറായിട്ട് അത് മിങ്കിൾ ചെയ്യണം. അൾട്രാസോണിക് മെഷീൻ വേണ്ട കേസാണെങ്കിൽ അത് കസ്റ്റമർക്കായിരിക്കും കൂടുതൽ അറിയാം, അവരത് ആവശ്യപ്പെടണം. അപ്പോൾ ഇത് ചെയ്തിട്ടായില്ലെങ്കിൽ അൾട്രാസോണിക്കാണ് ഫൈനൽ സൊല്യൂഷൻ ഉള്ളൂ. പിന്നെ നമുക്ക് ഹെഡിൽ അഴിച്ച് ക്ലീൻ ചെയ്യാനൊന്നും ഓപ്ഷൻ ഇല്ല. കൊണിക്ക ഹെഡിൽ അൾട്രാസോണിക് നമ്മൾ മെഷീൻ കൊണ്ടൊന്നും സോൾവെന്റ് ഒഴിച്ചിട്ട് വൈബ്രേറ്റ് ചെയ്തിട്ടാണ് ചെയ്യണത്. അത് കുറച്ചുകൂടി എഫക്റ്റീവാണ്. അതിൽ ചില ഹെഡുകൾ 1 വർഷത്തോളമൊക്കെ വീണ്ടും ഓടിയിട്ടുണ്ട്. അപ്പൊ അതിലാണെങ്കിലും ഏതിലാണെങ്കിലും ഹെഡിനകത്തുള്ള ബ്ലോക്കേജിൽ നമുക്കൊരു പെർമനന്റ് സൊല്യൂഷൻ, ക്ലീനിങ് ചെയ്തിട്ട് അൾട്രാസൗണ്ടിൽ പെർമനന്റ് സൊല്യൂഷൻ പറയാൻ പറ്റില്ല. ഒരു പക്ഷേ ഈ സർവീസിന് വിളിക്കുന്നതിന് മുമ്പ് സ്റ്റാഫുകൾ പറയേണ്ട കാര്യം കസ്റ്റമറോട് ഇതാണ്. ചെയ്തു നോക്കുമ്പോൾ ചിലതിൽ റിസൾട്ട് കിട്ടാറുണ്ട്, ചിലതിൽ സെയിം സ്റ്റേജ് ആയിരിക്കും, ചിലതിൽ 1-2 നോസിലുകൾ കൂടുതൽ ഡാമേജ് ആവാൻ സാധ്യതയുണ്ട്, റെയർ കേസുകളിൽ. അപ്പം നമുക്കിത് ചെയ്യാനുള്ളൂ. അപ്പോൾ അത് കസ്റ്റമേഴ്സ് മനസ്സിലാക്കുക, വ്യക്തമായിട്ട് പറയുക. ഏത് കമ്പനിയിൽ സർവീസിന് വിളിച്ചാലും ഈ കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയുക, കൺഫ്യൂഷൻ ഒഴിവാക്കുക, സ്റ്റാഫുകളും ക്ലിയർ ആയിട്ട് പറയുക. ഇത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, താങ്ക് യു.